ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തെറ്റാരുടെ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് ആണ്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് ഓപ്പൺലി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പൈലിന്റെ കാർഡ് ദേ വന്നു, സെക്കൻഡ് പൈലിന്റെ കാർഡ് ദേ വന്നു. അപ്പൊ നിങ്ങളുടെ പേഴ്സനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക, അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവരുടെ എനർജി കണക്ട് ചെയ്യുക. ആൻഡ് ശ്രദ്ധിക്കുക, ഡിസ്ട്രാക്ഷനിലൊന്നും പോകരുത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ തന്നെ ഇരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സും കിട്ടുന്ന ഗൈഡൻസും 5D മെസ്സേജും വെച്ച് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഫർദർ മോർ നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അതിന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അവൈലബിൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലവ് ലൈഫ് ബെറ്റർ ആക്കാൻ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം. ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം. വെൽത്തിനുള്ള ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോകാം. എന്ത് 5D വൈബ്രേഷൻ മെസ്സേജ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പൊ ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫയലായിട്ടുള്ള ഇന്നർ ഗോഡസ് എന്ന കാർഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനകത്തുള്ള മെസ്സേജ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദേവതയെ നിങ്ങൾ ഉണർത്തുക. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഉണർത്തുക? അതെന്ന് പറയുന്നത് ഡാൻസ് ചെയ്യാം. അതായത് നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ചില ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ ഡാൻസ് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് കെയർ, അതായത് നല്ല രീതിയിൽ മുടി കെട്ടുക, നല്ല വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ നല്ല ഹെയർ കട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പാമ്പർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാലാണ് നിങ്ങളുടെ അകത്തുള്ള ഇന്നർ ഗോഡസിനെ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുക എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്കുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെന്ന് പറയുന്നത് അയാളുടേതായിട്ടുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ കെയർ ചെയ്യുക, നമ്മളെ പുട്ട് ഫസ്റ്റ് ചെയ്യുക. ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫസ്റ്റ് ടൈലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണ് ഇനി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പേഴ്സന്റെ ഇമോഷൻസ് നല്ല പോലെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആണ് എന്ന് വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് ആ പേഴ്സന്റെ ഡയറക്റ്റ് ഇമോഷൻ കിട്ടും. ഓക്കെ, ആദ്യം എനിക്ക് കിട്ടിയത് ഐ ആം സോ കൺഫ്യൂസ്ഡ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ബിസി സിറ്റുവേഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യത്തിനും മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവുക സിറ്റുവേഷൻ എന്ന് കാണില്ലേ, അങ്ങനെയാണ് നിൽക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സമാധാനത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ സമാധാനം കൊടുക്കില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അയാള് നിങ്ങളില്ലാത്ത മറ്റു സിറ്റുവേഷനുകളിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇന്ന സിറ്റുവേഷനിലാണ് എന്നെ കാണുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ തികച്ചും ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ ആ ഒരു കൺഫ്യൂഷന്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ വരുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. യെസ്, ഐ ലുക്ക് ഫോർ യു എവ്രിവെയർ. ഈ മെസ്സേജിൽ നിന്ന് എനിക്ക് അർത്ഥം മനസ്സിലാവുന്നത് പണ്ടത്തെ നിങ്ങളല്ല പലപ്പോഴും ഈ ഒരു പേഴ്സണെ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ പണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ രാവും പകലും എഫർട്ട് എടുക്കുന്നു, ആളെ വിളിക്കുന്നു, അല്ലെങ്കിൽ റെമഡീസ് പറഞ്ഞു കൊടുക്കുന്നു, മേ ബി യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു, വാട്ട് എവർ നിങ്ങൾക്ക് റെമഡി കിട്ടുന്നു അതെല്ലാം അവരുടെ അടുത്ത് പറയുന്നു, ശാന്തരായിരിക്കാൻ പറയുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, മേ ബി അങ്ങനെയുള്ള ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂടെ ചെയ്യാൻ പറ്റുന്നതെല്ലാം
നിങ്ങൾ ചെയ്തിരുന്നു. ഈവൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എടുത്തതുപോലെ ഈ ഒരു പേഴ്സണ് തോന്നി. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ ഇപ്പൊ കാണുന്നില്ല. ചിലപ്പോ ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡുകൾക്കും നിങ്ങളുടെ താല്പര്യത്തിലും ഒതുങ്ങി പോയിട്ടുണ്ടാകാം. ഓക്കെ, ഒന്നുകിൽ അതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന നിങ്ങൾ എവിടെയോ അവർക്ക് നഷ്ടമായി, നിങ്ങൾ എവിടെയാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നത് പോലെയാണ് എനിക്ക് ആ ഒരു മെസ്സേജിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ കാണുന്ന ആർക്കൊക്കെയോ ഇത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, അമിതമായി ടെമ്പർ അല്ലെങ്കിൽ ദേഷ്യം അവർക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പാഠം സഹിക്കാൻ വയ്യ എന്ന രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം. യെസ്, പ്ലീസ് ടേക്ക് കെയർ, സെൽഫ് ലവ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങളോട് നല്ലതായിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാൽ, നിങ്ങളുടെ മൂഡ് ഓക്കെ ആയിരുന്നാൽ മാത്രമേ ഇവരുടെ പ്രതിസന്ധി സിറ്റുവേഷനുകളിൽ, കൺഫ്യൂസ്ഡ് സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് നല്ലൊരു ആർച്ചാകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആകാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവർ നിങ്ങളുടെ എത്ര ദൂരെയാണെങ്കിലും ഗൈഡൻസ് പറയുന്നത് നമുക്ക് അങ്ങനെയായിരുന്നു. ഈ പേഴ്സൺ നമ്മളുടെ അടുത്ത് പറയുന്നതും സെൽഫ് കെയർ ചെയ്യൂ, സന്തോഷമായിരിക്കൂ, നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കൂ, അതിലാണ് എനിക്ക് സന്തോഷം. കാരണം എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് സന്തോഷിക്കുന്നുണ്ട്, എന്നെ ഓർത്ത് വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ട് എന്നറിയുന്നത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ് എന്നൊരു രീതിയിലെ മെസ്സേജ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത കാർഡ് താഴെ വീണു. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇവരുടെ ഇച്ചിരി ഒരു ഈഗോ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഒരു വഴക്കില് മുമ്പോട്ട് നിൽക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. കാരണം ഞാൻ എന്റേതായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്തല്ലോ, ഞാൻ മെസ്സേജ് അയച്ചല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ എഫേർട്ടായി തോന്നി കാണത്തില്ല, പക്ഷെ ഈ ഒരു വ്യക്തി എഫേർട്ട് എടുത്തു, നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു പാത ഒരുക്കി തന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഹോപ്പ് വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന രീതിയിലെ കുത്തുവാക്കുകളിലൂടെയും പറയാതെ ഈ പേഴ്സൺ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർ വെയിറ്റിംഗ് തന്നെയാണ് എന്ന്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ ഒരു പേഴ്സന്റെ സ്വഭാവത്തിൽ നിന്ന്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വളച്ചു കെട്ടിയ വാക്കുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തേ എന്ന രീതിയിലുള്ള ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കഴിഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു തർക്കം സോൾവ് ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്റെ മനസ്സിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കിക്കൊണ്ടിരിക്കുന്നത് തീരാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് വരും, എങ്ങനെ നിങ്ങളെ ഫൊർഗീവ് ചെയ്യും, നിങ്ങൾ കാണിച്ചത് ശരിയാണോ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളൊന്നും ചെയ്ത് കാണത്തില്ല, ചിലപ്പോൾ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളും ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ പിടിച്ച്, അല്ലെങ്കിൽ പാസ്റ്റിനെ പിടിച്ചാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. പലപ്പോഴും എൻ്റെ ചുറ്റുമുള്ള സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയോ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ആരൊക്കെയോ എന്നെ പല കാര്യത്തിലും തള്ളിവിടുന്നു, ഞാൻ ഇങ്ങനെ ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ നിൽക്കുന്ന അവസ്ഥയാണ് സത്യത്തിൽ ഇപ്പോ. അതിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അമ്മ പറയുന്നു ഒന്ന്, അച്ഛൻ പറയുന്നു ഒന്ന്, ചേട്ടൻ പറയുന്നു ഒന്ന്, അല്ലെ ഹസ്ബൻഡ് പറയുന്നു ഒന്ന്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു, പക്ഷെ എന്റെ ഡിസയർ എന്താണോ അതിലേക്ക് മാത്രം ആരും ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ആരും സംസാരിക്കുന്നില്ല. അവരുടെ താല്പര്യങ്ങളും ഡിസയറും മൊത്തം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ കണക്ഷനിലൊന്നും യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. ഞാനൊരു മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ എല്ലാം കണ്ടു നോക്കി നിൽക്കുകയാണ്, മുന്നോട്ട് ഒരു ആക്ഷനും എടുക്കാതെ.
പ്ലീസ് ഗൈഡൻസ്. അങ്ങനെയൊക്കെ അവർ ഇത്ര നാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നത് കൺഫേം തന്നെയല്ലേ? അപ്പൊ അവര് പറയാതെ പറയുന്നു എന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ? കാരണം മൂവ് ഓൺ ചെയ്യാനുള്ള ആളാണെങ്കിൽ എന്നേ മൂവ് ഓൺ ചെയ്തേന്നെ. അപ്പൊ സ്റ്റിൽ നിങ്ങളുടെ കണക്ഷനിൽ ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാതെ നിൽക്കുന്നു, നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് വന്നില്ലെങ്കിൽ ടെൻസ്ഡ് ആകുന്നു എങ്കിൽ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. അവരുടെ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. Please guide us. I am in so much pain. Can you feel it? Yes. ഈ ഒരു വ്യക്തി വളരെയധികം വേദനയിലാണ്. നമ്മൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കാണുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അത് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരെന്തോരം വേദനാജനകമായ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ലായിരിക്കാം. അപ്പോൾ അവര് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള അപേക്ഷയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഓക്കെ, പ്ലീസ് കൈൻഡ്നസ് സ്റ്റേ വിത്ത് മീ. കണ്ടോ, നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ള ഒരു ഭയങ്കരമായൊരു ആഗ്രഹം ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കുക. ഈ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ മൂവ് ഓൺ ആകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്, ഈ ഒരു റീഡിംഗ് കേട്ടിട്ടും പറയുന്നതെങ്കിൽ മൂവ് ഓൺ ആവുക. ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈല് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ഇതിനൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലാണ് എടുത്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ എന്ന കാർഡിലാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഒത്തിരി മാറ്റം വരുത്താനുണ്ട്, നിങ്ങൾ ഒത്തിരി മാറാനുണ്ട്. നിങ്ങൾ സത്യത്തിൽ ഒരു കാറ്റർപില്ലറിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ കാറ്റർപില്ലറിൽ നിന്ന് ഒത്തിരി വെയിറ്റിംഗ്, അതുപോലെ തന്നെ സമാധാനം, അതുപോലെ തന്നെ കാത്തിരിപ്പ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്താൽ, അതായത് നിങ്ങളെ യൂണിവേഴ്സ് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ താമസിച്ച് കിട്ടുന്നത് ഭയങ്കര മധുരമായിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, തരും. പക്ഷേ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് മേടിക്കാൻ നിങ്ങൾ സ്വയമേ പ്രിപ്പയർഡ് ആകണം. നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് പ്രിപ്പയർ ആകുമോ അത്രത്തോളം പെട്ടെന്ന് അബണ്ടൻസ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ എത്രത്തോളം ലേസിനെസ് കാണിക്കുമോ, എത്രത്തോളം സ്ലോ ഡൗൺ ആകുമോ, എത്രത്തോളം നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് പ്ലഷറിന് കോൺസെൻട്രേറ്റ് ചെയ്യുമോ അത്രത്തോളം നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ താമസിക്കും. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, ട്രാൻസ്ഫോർമേഷൻ. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡൻസ്. പ്ലീസ് ഗൈഡൻസ്. ഈ ഒരു പേഴ്സൺ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ആകണം എന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് മൂവ് ഓൺ ആകണം എന്ന്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഈ കണക്ഷനിൽ നിന്ന് മാറണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതല്ല നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ പൈലെടുത്തത് മാറിപ്പോയി. ഫസ്റ്റ് പൈല് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ബിക്കോസ് സെക്കൻഡ് പൈലിൽ ഇനി നിങ്ങൾ മൂവ് ഓൺ ആവുക, ഇതിനകത്ത് ഇനി സ്റ്റക്കായിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇതിനകത്ത് വലിയ ഹോപ്പ് ഒന്നുമില്ല എന്ന രീതിയിലാണ് ഈ പേഴ്സൺ സംസാരിക്കുന്നത്. ആൻഡ് വെരി ക്രിസ്റ്റൽ കട്ടായിട്ടുള്ള മെസ്സേജാണ്, ക്രിസ്റ്റൽ കട്ടായിട്ടുള്ള മെസ്സേജാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് നിങ്ങളുടെ സംഭവം അല്ലെങ്കിൽ റീസെന്റ് സിറ്റുവേഷൻ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിരുന്നു അല്ലെങ്കിൽ കരയുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് കരയുന്നത് എന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്, എനിക്കറിയില്ല. പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട് അല്ലെങ്കിൽ കരഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ആയിക്കോളൂ, ഇനി കണക്ഷനിൽ നിൽക്കണ്ട എന്ന അഭിപ്രായത്തിലാണുള്ളത്. വൈ? നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണ്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോ ഈ ഒരു പേഴ്സൺ ഒരു ട്രാപ്പിലായിരിക്കാം പെട്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇന്നസെന്റ് ആണെന്ന് അവർക്കറിയാം,
അവരുടെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ കഷ്ടതയിൽ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളെ വലിച്ചിടാൻ ഇവർ തീരെ താല്പര്യപ്പെടുന്നില്ല. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നുണ്ട്, മാറ്റുന്നുണ്ട്, നിങ്ങൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകാം. പക്ഷേ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾക്ക് അതിലും വേദന ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതാകാം നിങ്ങളോട് പൊയ്ക്കോ എന്ന് പറയുന്നത്. കാരണം നാളെ കുറിച്ച് ഈ ഒരു പേഴ്സണ് തന്നെ ധാരണയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഐ പുഷ്ഡ് യു അവേ ബിക്കോസ് ഐ വാസ് സ്കെയർഡ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ പല കാര്യത്തിൽ നിന്ന് തട്ടി മാറ്റിയിരുന്നു, അല്ലെങ്കിൽ ദൂരേക്ക് മാറ്റുന്നു നിങ്ങളെ. അതിന്റെ റീസൺ, ഞാൻ വല്ലാണ്ട് പേടിച്ചിട്ടാണ്. എന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. ഫ്യൂച്ചറിൽ എന്താകും, ഞാൻ തന്നെ ഉണ്ടാകുമോ എന്ന് പലപ്പോഴും എനിക്ക് ഒരു ധാരണയോ ഒരു പിടിയുമില്ല. അപ്പോ ഞാൻ ഒരു 100% ഉറപ്പ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇപ്പോഴേ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മോശമാണ്, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യുന്നത് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാൻ നീ ഇല്ലാതെ സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവതിയായി തന്നെ ഇരിക്കും. നീ ഇപ്പോ പോവുക, നിനക്ക് വേറെ നല്ലൊരു ലൈഫ് ഉണ്ടായിരിക്കും. എന്നിൽ സ്റ്റിക്കായിട്ട് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല. നീ മനസ്സിലാക്കുക, നീ ഇല്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവതിയാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളില്ലെങ്കിലും ഈ ഒരു പേഴ്സൺ സന്തോഷവാനോ സന്തോഷവതിയോ ആയിരിക്കുമെന്ന്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മ അനുഭവിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ സത്യത്തിൽ ഇവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, കാരണം നിങ്ങൾ എത്ര തന്നെ ഇമോഷണലി അറ്റാച്ച്മെന്റ് കാണിച്ചാലും ഞാൻ അതിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര തന്നെ കരഞ്ഞാലും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, നിങ്ങൾ എത്ര തന്നെ ടെലിപ്പത്തിക് മെസ്സേജ് ചെയ്താലും എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല, കൊണ്ടുവന്നാൽ ശരിയാകത്തില്ല. ഒരു പ്രിൻസസിനെ പോലെ, അല്ലെങ്കിൽ ഒരു പ്രിൻസിനെ പോലെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, കുതിരപ്പുറത്ത് എടുത്തു കൊണ്ടുവരണം എന്നുള്ള കൈൻഡ് ഓഫ് ഡ്രീമിൽ ജീവിച്ചിട്ട് അതിന് തനിക്ക് പറ്റാതെ ആവുകയാണെങ്കിൽ താൻ ഫെയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി, ഇത്രയും മനോഹരമായ, ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ പ്രാപ്തനല്ല, അല്ലെങ്കിൽ പ്രാപ്തയല്ലാത്തത് കൊണ്ട് എന്നോട് ഇനി എത്രത്തോളം അറ്റാച്ച്മെന്റ് കാണിച്ചാലും ഞാൻ അതിൽ മൈൻഡ് ചെയ്തില്ല. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിക്കും എനിക്ക് അവരോട് തികച്ചും സ്നേഹമില്ല. വളരെ ക്രൂരമായ വാക്കുകൾ പറയുമ്പോൾ തികച്ചും ഇൻട്രസ്റ്റ് ഇല്ല, ഒരു തേർഡ് പാർട്ടി തന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവർ ഡിറ്റാച്ച് ആയി പോകും എന്നുള്ള ചിന്തയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക. ഓക്കെ, പ്ലീസ് ഗൈഡ് us. പ്ലീസ് ഗൈഡ് us. എനിക്കറിയാം ഞാൻ തന്നെയാണ് എല്ലാം കൊണ്ടുപോയി വെള്ളത്തിലിട്ടത്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചത്. ഓക്കെ, അതെനിക്ക് വ്യക്തവും സ്പഷ്ടവുമായി അറിയാം. ഓക്കെ, ഞാൻ നിനക്ക് അത്രത്തോളം നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിനക്ക് പറ്റിയൊരു പെർഫെക്റ്റ് മാച്ച് അല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും ജീവിക്കേണ്ടതായിട്ടുള്ള ആളല്ല എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടാനില്ല എന്നായിരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ വ്യക്തിയെക്കാൾ ഉപരി നല്ല ഒരു കണക്ഷൻ താങ്കൾക്ക് കിട്ടും എന്നതാണ്. പ്ലീസ് ഗൈഡ് us. യെസ്, യു ഡിസേർവ് മച്ച് ബെറ്റർ. അവരെക്കാൾ നല്ലത് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്റേതാകണമെന്ന്. പക്ഷെ ഏത് സാഹചര്യത്തിലാണോ അവരുടെ കണ്ണിൽ നിങ്ങൾ ഇരിക്കേണ്ടത്, ആ സാഹചര്യത്തിൽ നിങ്ങളെ ഇരുത്താൻ അവരെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് അവർ സ്വയം പിന്മാറുകയാണെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത്, ഇല്ല എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷെ സത്യത്തിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഇനിയും സമയം വേണം. അവർക്ക് ഇനിയും എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർ തെറ്റാണോ ചെയ്യുന്നത്, ശരിയാണോ ചെയ്യുന്നത് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ശേഷി പോലും അവർക്കില്ല. അല്ലെങ്കിൽ തെറ്റാണോ ശരിയാണോ അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്വബോധം അവരുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല.
ഓക്കെ, നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിങ്ങളെ ഒരു സേഫ് സോണിൽ ഇരുത്തണം. നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. നിങ്ങൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ലൈഫിനെ ഒരു മെച്ചുവർ ആസ്പെക്റ്റിൽ കാണണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിതിനകത്ത് മനസ്സിലാകുന്നത്. ശരിയായിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങൾ അൺകണ്ടീഷണലി ലവ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഇതിൽ നിൽക്കുന്നത് തെറ്റാണ്, റോങ് ആണ്. കാരണം ആ ഒരു വ്യക്തിയുടെ സാഹചര്യം അങ്ങനെയാണ്. ഓക്കെ, രാത്രികളിൽ ചിലപ്പോൾ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നു എന്ന സമാധാനത്തിൽ ഇയാൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി, ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ ഇത് കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നമുക്ക് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും. ബൈ ബൈ.